നമസ്കാരം. 2025 മെയ് മാസം 6-ാം തീയതി ചൊവ്വാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളും നക്ഷത്രഫലവും കേൾക്കുവാൻ എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. മലയാള രീതിയിൽ പറഞ്ഞാൽ 1200-ാം ആണ്ട് മേടമാസം 23-ാം തീയതിയാണ് ചൊവ്വാഴ്ച ദിവസം. ഇന്ത്യൻ രീതിയിൽ പറഞ്ഞാൽ വൈശാഖ മാസം 16-ാം തീയതിയാണ് ചൊവ്വാഴ്ച ദിവസം. ചൊവ്വാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം രാവിലെ 6:08, അസ്തമയ സമയം വൈകുന്നേരം 6:28. ചൊവ്വാഴ്ചത്തെ ഉദയാൽപരം തിഥി നവമി തിഥിയാണ്. നവമി തിഥി ചൊവ്വാഴ്ച രാവിലെ 8:41 വരെ ഉണ്ടായിരിക്കുകയുള്ളൂ. പിന്നീട് ദശമി തിഥിയാണ് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. പകൽ മുഴുവൻ ദശമി തിഥിയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ചൊവ്വാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം മകൻ നക്ഷത്രമാണ്. മകൻ നക്ഷത്രം ആരംഭിക്കുന്നത് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 2:03 മകൻ നക്ഷത്രം അവസാനിക്കുന്നത് ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3:53. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ മകൻ നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ ചൊവ്വാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് 3:53 കൊണ്ട് മകൻ നക്ഷത്രം അവസാനിക്കും. അപ്പോൾ ഈ സമയം വരെയും ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം. ചൊവ്വാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് 3:53 വരെ തൃക്കേട്ട, മൂലം, മകയിരം, പുണർതങ്കാല്, അശ്വതി, ഭരണി, ആയില്യം ഇത്രയും നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരും. ഈ സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ ചൊവ്വാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് 3:53 വരെ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ ഉത്രാടം, പൂയം, തിരുവാതിര, രോഹിണി എന്നീ നാളുകാരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ബാക്കി നാളുകാർക്ക് സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3:53 മുതൽ പൂരം നക്ഷത്രം ആരംഭിക്കുകയാണ്. പൂരം നക്ഷത്രപ്രകാരമുള്ള അനുഭവങ്ങളാണ് ബുധനാഴ്ച സൂര്യോദയ സമയം വരെയും അനുഭവപ്പെടുക. അത് ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണെന്ന് പറഞ്ഞുതരാം. പൂരം നക്ഷത്രപ്രകാരം തിരുവാതിര, പൂയം, ഭരണി, കാർത്തിക, മൂലം, പൂരാടം, മകം ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3:53 മുതൽ പ്രതീക്ഷിക്കാം. പൂരം നക്ഷത്രം ബുധനാഴ്ച ദിവസം വൈകുന്നേരം 6:19 വരെ ഉണ്ടായിരിക്കുമെന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3:53 മുതൽ പൂരം നക്ഷത്രം ആരംഭിക്കുന്നു. പൂരം നക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ തിരുവാതിര, പൂയം, ഭരണി, കാർത്തിക, മൂലം, പുരാടം, മകം ഇത്രയും നാളുകാർക്ക് അനുകൂലമായ ജീവിതാനുഭവങ്ങൾ ഉണ്ടാവും. പ്രതികൂലമായ ജീവിതാനുഭവങ്ങൾ ഈ സമയത്ത് വന്നു ചേരുന്ന നാളുകാർ തിരുവോണം, ആയില്യം, പുണർതം, മകയിരം ഈ നാളുകാർ സൂക്ഷിക്കുക. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും ജ്യോതിഷം എടുത്തു പറയുന്നു. ഇനിയും ചൊവ്വാഴ്ച ദിവസം ശുഭകാര്യം ചെയ്യാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം. ചൊവ്വാഴ്ച ദിവസം രാവിലെ 7:39 മുതൽ ഉച്ചയ്ക്ക് 12:24 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് ഉച്ചകഴിഞ്ഞ് 1:39 മുതൽ ഉച്ചകഴിഞ്ഞ് 3:09 വരെയുള്ള സമയവും ശുഭസമയമാണ്. ഈ സമയം നോക്കി പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി 6 ഏതൊരു മാസത്തെയും 6, 15, 24 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം. കൂടുതൽ ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരാൻ വേണ്ടി നിറങ്ങളെ ആശ്രയിക്കുക. കടും നീല, ചുവപ്പ്, പച്ച എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അതുപോലെ തന്നെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ UVW എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാ ജ്യോതിഷം പറയുന്നു. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാ ദിവസവും തുടർച്ചയായിട്ട് വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ഇനി ചൊവ്വാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് 3:53 വരെ മകൻ നക്ഷത്രമാണ്. മകൻ നക്ഷത്രപ്രകാരം ധനപരമായ നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം. ആയില്യം, വിശാഖം, അത്തം, മൂലം, തിരുവോണം, പൂരുട്ടാതി, അശ്വതി, രോഹിണി, പുണർതം, മകം ഇത്രയും നാളുകാർക്ക് ധനപരമായ നേട്ടം ചൊവ്വാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് 3:53 വരെ മകൻ നക്ഷത്രപ്രകാരം ഉണ്ടാകും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ചൊവ്വാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് 3:53 മുതൽ പൂരം നക്ഷത്രം ആരംഭിക്കുകയാണ്. പിന്നീട് പൂരം നക്ഷത്രപ്രകാരമുള്ള ധനപരമായ നേട്ടമാണ് ജാതകർക്കുണ്ടാകുക. ഏതൊക്കെ നാളുകാർക്കാണ് ആ നേട്ടം വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം. അനിഴം, മകം, ചിത്തിര, പൂരാടം, ആവിട്ടം, ഉത്രട്ടാതി, ഭരണി, മകയിരം, പൂയം, പൂരം ഇത്രയും നാളുകാർക്ക് ചൊവ്വാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് 3:53 മുതൽ ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം. അവർക്ക് ധനപരമായ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ചെയ്താൽ വിജയിക്കുന്ന ഒരു സാഹചര്യമാണ്, സമയമാണ് എന്നുള്ളത് നക്ഷത്രത്തിൻ്റെ പൊരുത്തം വെച്ചാണ് പറഞ്ഞു തരുന്നത് എന്നുള്ളത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. ഇനിയും ഈ അധ്യായത്തിൽ പറയുന്ന അടുത്ത വിഷയം ലോട്ടറി ഭാഗ്യമാണ്. ചൊവ്വാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ കുംഭക്കൂറിൽപ്പെട്ട അവിട്ടൻ 2 പാദം, ചതയം, പൂർട്ടാതി 3/4 നാളുകാർ, ധനുക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്തരം 1/4 നാളുകാർ, വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, അനിഴം, കേട്ട നാളുകാർ, മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം, തിരുവാതിര, പുണർതം 3/4 നാളുകാർ, കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജ്യോതിഷപരമായിട്ടുള്ള പ്രത്യേകതയായിട്ട് പറഞ്ഞു തന്നത്. ഇനി നക്ഷത്രഫലമാണ്. അപ്പോൾ നക്ഷത്രഫലം ശ്രദ്ധയോടുകൂടി കേൾക്കുക. ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം പറയാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, 1/4 നാളുകാർക്ക് അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ചൊവ്വ 4-ാം ഭാവത്തിൽ നീചനായിട്ട് നിൽക്കുന്നു.
ചൊവ്വ 4-ൽ നിന്നാൽ ഭാഗ്യക്കേടുകളാണ് ജീവിതത്തിൽ ഉണ്ടാകുക എന്നാണ് ജ്യോതിഷം പറയുന്നത്. ഇപ്പോൾ നീചനായിട്ട് നിന്നുകൊണ്ട് നീചമായ അവസ്ഥയാണ് ഈ ജാതകരുടെ ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്ന കാര്യം. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ മേടക്കുറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാർക്ക് നാലാം ഭാവം എന്ന് പറഞ്ഞാൽ മാതൃഭാവമാണ്. അപ്പോൾ അമ്മയുമായിട്ട് ശത്രുതയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അമ്മയെ തല്ലിക്കൊല്ലാനോ വെട്ടിക്കൊല്ലാനോ അമ്മയോട് ഉപദ്രവിക്കാനോ അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ അകപ്പെട്ട് നീചരായി മാറുവാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കുക. എന്നാൽ കുടുംബസുഖവും ധനപരമായ നേട്ടവും ജ്യോതിഷാക്കൂടെ പറയുന്നുണ്ട്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം ചിലർക്കൊക്കെ ഉണ്ട്, ചിലർക്ക് തൊഴിൽ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അവരുടെ തൊഴിൽഭാവത്തിൻ്റെ അതിന് 12-ലാണോ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാകും. അപ്പോൾ ചൊവ്വാഴ്ച ദിവസം ഈ ജാതകർ വളരെ സൂക്ഷിക്കുക. മാതാവുമായിട്ട് കലഹത്തിൽ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ കുറേ നാളുകളായിട്ട് 4-ൽ ചൊവ്വ വന്ന് നിൽക്കുന്നതുകൊണ്ട് മാതാവുമായിട്ട് എപ്പോൾ വേണമെങ്കിലും മേടക്കുറുകാർ പ്രശ്നത്തിലകപ്പെടാൻ സാധ്യതയുള്ള സമയമാണ്. പ്രത്യേകിച്ച് 12-ലെ ശനിയാണ് മാതാവിനോടുള്ള ശത്രുത വർദ്ധിപ്പിക്കുന്നത്. അതുകൂടാതെ ഈ മേടക്കുറുകാരുടെ ജന്മഭാവത്തിൻ്റെ അധീപനായ ചൊവ്വ 4-ാം ഭാവത്തിൽ നീചനായിട്ട് നിൽക്കുന്നത് കൊണ്ട് മാതാവുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വളരെയേറെ സാധ്യതയുണ്ട്. ഭാഗ്യക്കേടുകൾ, വീട് വസ്തുവാനും ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഭാഗ്യക്കേടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്ന, നിങ്ങൾക്ക് വീട് വസ്തുവാനും ഒക്കെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള സാഹചര്യം കൂടിയാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക. കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ ആ സ്ഥിതിക്ക് മാറ്റം വരും എന്നുള്ളതും ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത്. നേട്ടങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് കോടി കയ്യിലോട്ട് വന്നിട്ട് കാര്യമില്ല. മനുഷ്യൻ്റെ ജീവിതം തകർന്നു പോകുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞിട്ട് ധനനേട്ടത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മാതാവുമായിട്ട് അല്ലെങ്കിൽ വീട് വസ്തുവാനും ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തർക്കങ്ങളോ പ്രശ്നങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാകാം. നീചമായ അനുഭവമായിരിക്കും നിങ്ങൾക്കുണ്ടാകുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ തലതാഴ്ത്തി ജീവിക്കേണ്ട സാഹചര്യം നിങ്ങൾക്കുണ്ടാകും, സൂക്ഷിക്കുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള നീചമായ അനുഭവം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. സുഖാനുഭവങ്ങൾ ഒരുപക്ഷെ വന്നു ചേർന്നേക്കാം. കുടുംബസുഖമോ ധനപരമായ നേട്ടമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേർന്നാൽ പോലും സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേന നീചമായ ഒരു അനുഭവത്തിൽ കൂടി കടന്നു പോകാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കുക. അസുഖങ്ങളൊന്നും വരത്തില്ല, ആരോഗ്യമൊക്കെ ഉണ്ടാകും. പക്ഷേ എങ്കിലും ഒരു പരാക്രമ ബുദ്ധി വന്നു ചേർന്നോ അല്ലെങ്കിൽ മറ്റൊരാളോട് എതിർക്കാനോ ശത്രുതയ്ക്ക് പോകുവാനോ ഒക്കെ സാധ്യതയുണ്ട്. അത് മുഖേന നീചമായ ഒരു ജീവിതാനുഭവം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. അതാണ് പറഞ്ഞു തരുവാനുള്ളത്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു സാഹചര്യമാണ് ചൊവ്വാഴ്ച ദിവസം ഉണ്ടാകുവാൻ സാധ്യത എന്നുള്ളത് മനസ്സിലാക്കുക. ഇനിയും മിഥുനക്കുറാണ്. മിഥുനക്കുറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർതം മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സുഹൃത്തുക്കൾ സൗരങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു. തൊഴിൽപരമായിട്ടുള്ള നേട്ടം അനുകൂലമായി വരുന്നു. ദാമ്പത്യ ജീവിത ബന്ധം ശക്തി പ്രാപിക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങൾ മിഥുനക്കുറുകാർക്ക് വന്നു ചേരുന്നു. പക്ഷെങ്കിൽ കുടുംബത്തിൻ്റെ സ്ഥിതി നീചമായ അവസ്ഥയിൽ കൂടി പോകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. കുടുംബസുഖവും ധനപരമായ നേട്ടവും നിങ്ങൾക്ക് വന്നാൽ പോലും കുടുംബത്തിൻ്റെ സ്ഥിതി ചിലപ്പോൾ നീചമായ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകാൻ ഇടയുണ്ട് എന്നുള്ളത്. അപ്പം ധനം വന്നു ചേരാം, അല്ലെ കുടുംബാംഗങ്ങളൊക്കെ സന്തോഷമായിട്ട് കഴിഞ്ഞു പോകാം. പക്ഷെങ്കിൽ അവിചാരിതമായി പെട്ടെന്നൊരു പ്രശ്നം വന്നു ചേർന്ന് കുടുംബത്തിലൊരു നീചമായ അവസ്ഥ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കുക. ബാക്കിയുള്ള പല കാര്യങ്ങളും നേട്ടമായിട്ട് വന്നു ചേരാം. പക്ഷെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധ വേണം എന്നാണ് പറഞ്ഞു തരുവാനുള്ളത്. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള നീചമായ അവസ്ഥ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ചിലപ്പോൾ അവർക്ക് തൊഴിൽ രംഗത്ത് ദൂര സ്ഥലത്തേക്ക് സ്ഥലമാറ്റം വന്നു ചേരാം. അല്ലെങ്കിൽ അവർക്ക് മേലധികാരികൾ മുഖേനുള്ള പരാതികളോ കംപ്ലയിൻറ്റുകളോ ഏതെങ്കിലും വിധത്തിലുള്ള നീചമായ ഒരു അനുഭവം അവരുടെ ജീവിതത്തിൽ തൊഴിൽപരമായിട്ട് വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം. ദശാകാലത്തിൻ്റെ നേട്ടം കൊണ്ട് ചിലപ്പോൾ അത് വന്നു ചേർന്നില്ലെങ്കിലും അത് വന്ന് ചേരാതെ വരാം. വന്നു ചേർന്നില്ലെങ്കിൽ അത് വലിയൊരു ഭാഗ്യമാണെന്ന് കരുതുക. ചിലർക്കൊക്കെ അങ്ങനെ വന്ന് ചേരാതിരിക്കാം. കാരണം അവർക്ക് ദശാകാലം നല്ല കത്തി നിൽക്കുന്ന സമയമാണെങ്കിൽ ചൊവ്വ നീചനായിട്ട് ജന്മഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ടുള്ള ദോഷങ്ങളൊന്നും അവർക്ക് വന്നു ചേരത്തില്ല. അപ്പം അങ്ങനെയുണ്ട്. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള സ്ഥിതിക്ക് യാതൊരു ദോഷവും തട്ടത്തില്ല. അപ്പം ചിലരെ സംബന്ധിച്ച് അതൊക്കെ ദോഷമായിട്ട് ഭവിക്കാനിടയുണ്ട്. നീചമായ അവസ്ഥ, അല്ലെങ്കിൽ ജോലി ഇല്ലാതെ വരിക, ചെയ്യുന്ന ജോലിയിൽ കംപ്ലയിൻ്റ് ഉണ്ടാകുക, മേലധികാരികളുടെ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങൾ ഉണ്ടാകുക, ജോലി കൊണ്ടൊരു സുഖവും സന്തോഷവും ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് വന്നു ചേരാൻ സാധ്യതയുള്ളൂ. എങ്കിലും കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ കർക്കിടകക്കുറുകാരെ സംബന്ധിച്ച് അവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ തൃപ്തികരമായ അനുഭവങ്ങളൊന്നും സ്ത്രീകളെ സംബന്ധിച്ച് ഉണ്ടാകണമെന്നില്ല എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. പക്ഷെങ്കിൽ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ തൊഴിൽ മേഖലയെ സംബന്ധിച്ചുള്ള കാര്യത്തിലൊരു ശ്രദ്ധ വേണം. അവിടെ നീചമായ അനുഭവം ഉണ്ടാകുവാൻ ഇടയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ച് പറഞ്ഞാൽ
അവരുടെ ജീവിതത്തിൽ ഭാഗ്യകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ചൊവ്വാഴ്ച ദിവസം വന്നു ചേരുക എന്നുള്ളത്. ഭാഗ്യം കൊണ്ടുള്ള കാര്യങ്ങളൊന്നും അവർക്ക് വന്നു ചേരാൻ സാധ്യത കുറവാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് പറഞ്ഞു തരുവാനുള്ളത്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും വലിയ മെച്ചത്തെ കാണിക്കുന്നില്ല, എങ്കിലും തരക്കേടില്ലാതെ വലിയ പ്രശ്നങ്ങളില്ലാതെ പോകും. ദാമ്പത്യ ജീവിതത്തിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കടന്നു പോകും. എങ്കിലും ചില അസ്വാരസ്യങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ അവരൽട്ടുവാൻ സാധ്യതയുണ്ട്. ചിലർക്കൊക്കെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വീട്, വസ്തുവാനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നീചമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അത് മുഖേന ധനനഷ്ടമോ അല്ലെങ്കിൽ എന്തെങ്കിലും നീചമായ അനുഭവങ്ങളോ ഇക്കാര്യത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അതാണ് പ്രത്യേകിച്ച് പറഞ്ഞു തരാനുള്ളത്. വീട്, വസ്തു, വാഹനം, ഭൂമി, മാതാവ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നീചമായ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. മറ്റുള്ള കാര്യങ്ങളിലൊക്കെ തരക്കേടില്ലാത്ത അനുഭവങ്ങൾ വന്നു ചേരാം, എങ്കിലും ഈ കാര്യത്തിൽ ശ്രദ്ധ വേണം. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാരെ സംബന്ധിച്ച് ജീവിത വിജയത്തിന് സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാകാതെ നീചമായ അനുഭവങ്ങളായിരിക്കും ഇവർക്ക് വന്നു ചേരുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറഞ്ഞു തരാനുള്ളത്. അതായത് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാർ അവരുടെ ജീവിത വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവിടെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ ഒരു സഹായം ചെയ്യേണ്ട ഒരു സാഹചര്യമാണെങ്കിൽ അവരുടെ സഹായം വന്നു ചേർന്നാൽ പോലും അതൊരു നീചമായ അനുഭവത്തിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. ലാഭകരമായ അനുഭവങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറഞ്ഞു തരുവാനുള്ളത്. 12-ലെ ചന്ദ്രൻ ഇവർക്ക് മാനസികവും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ കൊടുക്കുന്നു. അതുപോലെ തന്നെ 7-ലെ ശുക്രൻ ഇവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ ഭർത്താവും തമ്മിലുള്ള ബന്ധത്തെ കൊടുക്കുന്നുണ്ടെങ്കിലും അഭിപ്രായ വ്യത്യാസമോ കലഹമോ അല്ലെങ്കിൽ വേർപെട്ട് താമസിക്കാനുള്ള സാഹചര്യത്തെയും കൊടുക്കുന്നു എന്നുള്ളതും മറ്റൊരു വിഷയമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാമെങ്കിലും ചില കാര്യങ്ങളിൽ ഈ കന്നിക്കൂറുകാരുടെ ജീവിതത്തിൽ പലവിധമായ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സഹോദരങ്ങളുടെ അവസ്ഥ മോശമാണ് എന്നുള്ളതും പ്രത്യേകിച്ച് എടുത്തു പറയുന്നു. സഹോദരങ്ങൾ നീചമായ അവസ്ഥയിൽ കൂടി പോകുന്നൊരു സാഹചര്യവുമാണ് നിലവിലുള്ളതെന്നും എടുത്തു പറയുകയാണ്. അതായത് ഇവരുടെ സഹോദരങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള നീചാനുഭവങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. ഈ സഹോദരങ്ങളെ കൊണ്ടുള്ള അനുഭവങ്ങൾ ഇവർക്കും നീചമായ അനുഭവത്തിൽ കൂടി ഇവർക്കും വന്നു ചേരുന്നു എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ വലിയ മെച്ചപ്പെട്ട അനുഭവങ്ങളൊന്നും തന്നെ വന്നു ചേരാൻ സാധ്യതയില്ല. നോക്കുമ്പോൾ അഷ്ടമത്തിൽ സൂര്യൻ, 12-ൽ ചന്ദ്രൻ, ഗ്രഹസ്ഥിതി അത്ര നല്ലതല്ല എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ തൊഴിൽ ഭാവത്തിൽ ചൊവ്വ നീചനായിട്ട് നിൽക്കുന്ന ഒരു ചൊവ്വാഴ്ച ദിവസമാണ്. അപ്പോൾ തൊഴിലിടങ്ങളിൽ നീചമായ അവസ്ഥ അനുഭവം ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധ വേണം. കുടുംബസുഖവും ധനപരമായ നേട്ടവും മെച്ചപ്പെട്ടു പോകണമെന്നില്ല, ആ ഒരു കാര്യത്തിലും നീചമായ അനുഭവം ഉണ്ടാകാം. അതുപോലെ തന്നെ സ്ത്രീകൾ മുഖേനയുള്ള അപമാനവും ധനനഷ്ടവും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കൾ, സൗരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളൊക്കെ ഇവർക്ക് ലഭ്യമാകുന്നൊരു സാഹചര്യവുമാണ്. ചിലപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വലിയ മെച്ചപ്പെട്ട അനുഭവങ്ങളൊന്നും ഈ തുലാക്കുറുകാർക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല എന്നുള്ളതാണ് ഒരു വിഷയം. അവർക്ക് 11-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നത് കൊണ്ടുള്ള നേട്ടം, ആ ഒരു നേട്ടം ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. മാതാവ് മുഖേന ഒരു നേട്ടം വന്നു ചേരാം, അല്ലെങ്കിൽ തൊഴിൽ കൊണ്ടുള്ള നേട്ടം വന്നു ചേരാം. പക്ഷെങ്കിലും തൊഴിലിടങ്ങളിൽ നീചമായ ഒരു അനുഭവം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഒരുപാട് നേട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ പോലും, അല്ലെങ്കിൽ നല്ല സന്തോഷവും സമൃദ്ധിയൊക്കെ തൊഴിലിടങ്ങളിൽ ഉണ്ടായാലും പെട്ടെന്നൊരു നീചമായ ഒരു അനുഭവം അവിടെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നല്ല സന്തോഷത്തോടു കൂടിയൊക്കെ നിൽക്കും. സന്ധ്യ ആകുമ്പോഴായിരിക്കും ഒരു നീചമായ അനുഭവം വന്നു ചേർന്ന് പലത്തെ സന്തോഷവും സമാധാനവും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്. സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. അത് തൊഴിലിടങ്ങളിലായിരിക്കും അങ്ങനെ കൂടുതൽ വന്നു ചേരുക, അല്ലെങ്കിൽ മാതാവിനായിരിക്കും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ദാമ്പത്യ ജീവിതത്തിൽ സുഖമൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. 7-ൽ സൂര്യൻ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും അല്ലെങ്കിൽ ദാമ്പത്യ ജീവിത സുഖക്കുറവോ ഭാര്യ ഭർത്തൃ സുഖഹാനിയൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള സാഹചര്യവുമാണെന്നുള്ളതും തുലാക്കൂറുകാർ അറിഞ്ഞ് ജീവിക്കുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാലം, അനിഴം, കേട്ട നാളുകാരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം. തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം. പക്ഷെങ്കിൽ അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ചൊവ്വ ഭാഗ്യഭാവത്തിൽ നീചനായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരണമെന്നില്ല. നീചമായ അനുഭവങ്ങളൊക്കെ ആയിരിക്കും വന്നു ചേരുക. ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല എന്നുള്ളതാണ് ഒരു വിഷയം. പക്ഷെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ് ഈ ചൊവ്വാഴ്ച ദിവസം. അതാണ് അതിൻ്റെ പ്രത്യേകത. തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം. കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിതവും പ്രതീക്ഷിക്കാം. ചിലപ്പോൾ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടും വിജയമുണ്ടാകണമെന്നില്ല. മക്കളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും തൃപ്തികരമായ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല. അവിടെയും മക്കളുടെ ജീവിതത്തിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള സാഹചര്യമാണെന്നുള്ളതും വൃശ്ചികക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക.
അപ്പോൾ വലിയ മെച്ചപ്പെട്ട ജീവിതാനുഭവങ്ങളൊന്നും തന്നെ പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം, അതാണൊരു പ്രത്യേകത. അതുപോലെ തന്നെ അവർക്ക് ധനധാന്യ സമൃദ്ധി നിലനിൽക്കുന്നൊരു സാഹചര്യമാണ്, അതും പ്രതീക്ഷിക്കാം. തൊഴിൽപരമായിട്ടുള്ള നേട്ടവും ധനധാന്യ സമൃദ്ധിയും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരു വലിയ നേട്ടം തന്നെ ചൊവ്വാഴ്ച ദിവസം വൃശ്ചികക്കൂറുകാർക്കാണ്. പക്ഷെങ്കിൽ അവർക്ക് ചില കാര്യങ്ങളിൽ നീചമായ അനുഭവങ്ങൾ, അവരുടെ വ്യക്തി ജീവിതത്തിൽ നീചമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്, അതും പ്രത്യേകം അറിഞ്ഞിരിക്കുക. ധനധാന്യ സമൃദ്ധിയുണ്ട്, തൊഴിൽപരമായിട്ടുള്ള നേട്ടമുണ്ട്, കുടുംബസുഖമുണ്ട്, ധനപരമായ നേട്ടമുണ്ട്, ദാമ്പത്യ ജീവിത വിജയമുണ്ട്. പക്ഷെങ്കിൽ നീചമായ അനുഭവങ്ങൾ അവർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. വ്യക്തിപരമായ ജീവിതത്തിൽ നീചമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മക്കളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മക്കളെക്കുറിച്ചുള്ള ഏതെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ അവരെ അലട്ടുവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ കൂടിയാണ് വൃശ്ചികക്കൂറ് കടന്നു പോകുക എന്നുള്ളത് മനസ്സിലാക്കുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് തരക്കേടില്ലാത്ത ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുന്നൊരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം. ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും സാധിച്ചെടുക്കാൻ പറ്റുന്ന ദിവസമാണ്. ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം, കുടുംബസുഖം, ധനപരമായ നേട്ടമൊക്കെ അങ്ങനെ പല കാര്യങ്ങളും ജീവിതത്തിൽ അനുകൂലമായി വന്നിരുന്നൊരു ദിവസമാണ്. നഷ്ടസാധ്യതകൾ വളരെ കുറവാണ്. നഷ്ടസാധ്യത നന്നേ കുറവായിട്ടുള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് തരക്കേടില്ലാത്ത ജീവിതാനുഭവങ്ങൾ വന്നിരുന്നൊരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് ധനുക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ധനനേട്ടം, കാര്യവിജയം, തൊഴിൽ ഗുണം, ദാമ്പത്യ വിജയം, അങ്ങനെയുള്ള എല്ലാവിധമായ നല്ല അനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ഒരു കാര്യത്തിൽ അവർക്ക് നഷ്ടം വന്നു ചേരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ധനുക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസത്തെ നക്ഷത്രപരമായിട്ട് പറഞ്ഞു തരുവാനുള്ളത്. ഇനിയും മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടം, 2 പാദം നാളുകാരെ സംബന്ധിച്ച് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നുമില്ലാതെ കടന്നു പോകുന്നൊരു ദിവസമായിരിക്കും ചൊവ്വാഴ്ച ദിവസം. ലാഭകരമായ അനുഭവങ്ങൾ വലിയ രീതിയിലൊന്നും വന്നു ചേരണമെന്നില്ല. അതുപോലെ തന്നെ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വലിയ നേട്ടമൊന്നും ഉണ്ടായില്ല എങ്കിൽ പോലും അവർക്ക് തരക്കേടില്ലാതെ ജീവിച്ചു പോകാൻ പറ്റുന്ന അനുകൂലമായ ജീവിത സാഹചര്യങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പക്ഷെങ്കിൽ വാഹനം ഓടിക്കുന്നവരൊക്കെ സൂക്ഷിക്കണം. നീചമായ ഒരനുഭവം വന്നു ചേരാൻ സാധ്യതയുണ്ട്. ചിലരുടെ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ നീചമായ അനുഭവങ്ങളും വന്നു ചേരാൻ സാധ്യതയുണ്ട്. എങ്കിലും തരക്കേടില്ലാതെ കഴിഞ്ഞു പോകാം. വലിയ പ്രശ്നങ്ങളൊന്നും, മാരകമായ പ്രശ്നങ്ങളൊന്നും അലട്ടുവാൻ സാധ്യതയില്ല. ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അത് വീട്, വസ്തുവാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും ലാഭം വന്നു ചേരേണ്ട സാഹചര്യങ്ങളിലുമൊക്കെയാണ് അങ്ങനെ ഒരു നീചമായ അനുഭവം ഉണ്ടാകുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വാഹനം ഓടിക്കുമ്പോൾ സൂക്ഷിക്കുക. അപകടമൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അറിയാതെ നീചമായ ഒരു പ്രവൃത്തി ചെയ്ത് അവിടെ മറ്റുള്ളവരുടെ മുമ്പിൽ നാണക്കേടൊക്കെ വന്നു ചേരുവാൻ, നാണക്കേട് സഹിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സൂക്ഷിക്കുക എന്നുള്ളതാണ് പറഞ്ഞിരുന്നതിൻ്റെ കാര്യം. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടം, 2 പാദം, ചതയം, പൂർട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് പൂർവ്വസ്വത്തുക്കളൊന്നും ലഭിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ പോലും അവർ ഒരു പ്രഭുവിനെ പോലെ ജീവിക്കുന്നൊരു ദിവസമായിരിക്കും ഈ ചൊവ്വാഴ്ച ദിവസം. അതാണ് അതിൻ്റെ നേട്ടം. കീർത്തിയും പ്രഭുത്വവും ഒക്കെ ലഭിക്കുമെങ്കിലും ശരീരത്തിൽ മുറിവോ ചതവോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം എന്നുള്ളതാണ് പറഞ്ഞു തരുവാനുള്ളത്. അപ്പോൾ അവർക്ക് കുടുംബസുഖം, ധനപരമായ നേട്ടവും, സ്ത്രീകൾ മുഖേന ധനം വന്നു ചേരുവാനുള്ള സൗഭാഗ്യകരമായ അനുഭവങ്ങളും, വീട്, വസ്തുവാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും തൊഴിലിടങ്ങളിൽ നീചമായ അനുഭവങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ ശരീരത്തിൽ മുറിവോ ചതവോ ഒക്കെ ഉണ്ടാകാം. ഇപ്പം പൂർവ്വസ്വത്തുക്കളൊന്നും ഇല്ലാതെ ജീവിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ പോലും ഒരു രാജാവിനെ പോലെ ജീവിക്കാൻ വേണ്ടിയുള്ള സാഹചര്യം അവർക്ക് ഉണ്ടാകുന്ന ദിവസമാണ്. പക്ഷെങ്കിൽ 2 കാര്യം ശ്രദ്ധിക്കണം. ശരീരത്തിൽ മുറിവോ ചതവോ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള ഒരു നീചമായ അവസ്ഥ, അതായത് ഇപ്പം സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന വ്യക്തിയോട് ചിലപ്പോൾ അവരുടെ മേലധികാരി പറയുക, നാളെ ഇന്ന ദൂര സ്ഥലത്തൊരു ജോലിക്ക് പോകണം. അപ്പോൾ അവിടെ നീചമായ ഒരു അനുഭവമാണ് ഉണ്ടാകുക. കാരണം ഒരുപാട് യാത്ര ചെയ്ത് ക്ഷീണിച്ച് ദൂരദേശത്ത് പോയി ജോലി ചെയ്യാൻ പറയുമ്പോൾ പെട്ടെന്ന് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ഒരു നീചമായ അനുഭവമായിട്ട് ചിലപ്പം വന്നു ചേരാം. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കി ജീവിക്കുക. ഇനിയും മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് കുടുംബസുഖം, ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ടുണ്ടാകണമെന്നില്ല. ഇക്കാര്യങ്ങളിൽ നീചമായ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. തൊഴിൽ നിന്ന് കിട്ടുന്ന വരുമാനം തികയാത്തൊരവസ്ഥ, കടം മേടിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ പുത്രദുഃഖം ചിലരിലൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും മനക്ലേശമൊക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ദേഷ്യവും കോപവും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ദാമ്പത്യത്തിലും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞ് ജീവിക്കുക. ഈ അവസ്ഥയ്ക്കൊക്കെ മാറ്റം വരാൻ പോവുകയാണ്. മെയ് മാസം 14 മുതൽ വ്യാഴം 4ലേക്ക് വന്നു കഴിയുമ്പോൾ മാറ്റമൊക്കെ സംഭവിക്കും. വിഷമിക്കേണ്ട. ഈ അവസ്ഥയ്ക്കൊക്കെ വളരെ മാറ്റം സംഭവിക്കും. വലിയ നേട്ടമൊന്നും ഞാൻ പറയത്തില്ല. കാരണം ഈ
കേന്ദ്രഭാവം 10ാം ഭാവത്തിൻ്റെ അധിപനായ വ്യാഴമാണ് 4ലേക്ക് വരുന്നതുകൊണ്ട് അതുകൊണ്ട് കേന്ദ്രാധിപത്യം വന്നു കഴിഞ്ഞാൽ വലിയ ഗുണമൊന്നും ചെയ്യത്തില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ വലിയ മെച്ചപ്പെട്ട വലിയ നേട്ടങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്നൊരു മാറ്റം വന്ന് സൗഭാഗ്യമായ ജീവിത സാഹചര്യത്തിൽ കൂടി കടന്നു പോകാൻ കഴിയും എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൂടി സഹിക്കുക. മീനക്കുറുകാരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള നേട്ടമൊക്കെ അവർക്ക് വളരെ മെച്ചപ്പെട്ടൊരു സാഹചര്യത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു. ധനം തികയുന്നൊരവസ്ഥയിലേക്ക് വന്നു ചേരുന്നു. അപ്പോൾ പ്രതീക്ഷയ്ക്കൊത്ത കാര്യങ്ങളൊക്കെ പോകാൻ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ എല്ലാം നല്ലൊരു അനുഭവത്തിലേക്ക് കടന്നു പോകും എന്നുള്ളത് മീനക്കുറുകാർ അറിഞ്ഞുകൊള്ളുക. അപ്പോൾ നാളത്തെ ദിവസം കുടുംബത്തിൻ്റെയും ധനത്തിൻ്റെയും സ്ഥിതി മെച്ചമാണെന്നില്ല, നീചമായ അനുഭവം ഉണ്ടാകാം, കടം ചോദിച്ച് മേടിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ മനക്ലേശമൊക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പുത്ര ദുഃഖം, മക്കളെ കൊണ്ടുള്ള ദുഃഖമൊക്കെ ചിലപ്പോൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതും മനസ്സിലാക്കി ജീവിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പറഞ്ഞു തന്നത്. പിന്നെ പ്രിയപ്പെട്ടവരോട് പ്രത്യേകിച്ചൊരു കാര്യം കൂടി പറയുന്നു. ഈ മെയ് മാസം 18-ാം തീയതി രാഹുവും കേതുവും രാശി മാറുകയാണ്. രാഹു കേതു ദോഷപരിഹാര പൂജ ഞാൻ ചെയ്യുന്ന ഒരേ ഒരു പൂജയാണ് രാഹു കേതു ദോഷപരിഹാര പൂജ. ആ പൂജ 18-ാം തീയതി മെയ് മാസം 18-ാം തീയതി ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ അതിനകത്ത് പങ്കുചേരുക. 1000 രൂപയാണ് ഒരാൾക്ക്. ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും അതിനകത്ത് പങ്കെടുത്താൽ നല്ലതാണ്. കാരണം ഒരു കുടുംബം നല്ല രീതിയിൽ പോകാൻ വേണ്ടി ഭാര്യയും ഭർത്താവും ആ പൂജയിൽ പങ്കെടുക്കുക. അപ്പോൾ 2000 രൂപ അതിന് ചിലവാകും. 2000 രൂപ അയച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് വേണ്ടി പൂജ ചെയ്ത് അതിനുള്ള കാര്യങ്ങളൊക്കെ തിരിച്ച് നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ ഞാനത് വിശദമായിട്ട് അടുത്ത ദിവസം പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം.